ഈ ഒരു സിനിമയിലും ആ ഒരു ക്യാരക്ടറായിട്ട് സിനിമയിൽ നിന്ന് അഭിനയം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്യാരക്ടർ കുറച്ച് ദിവസമെങ്കിലും ഉള്ളിലുണ്ടായിരുന്നോ? ഉണ്ട്, അതിന് കഷ്ടപ്പാടുകൾ ഉള്ളിലുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഏതാണ്ട് 10-100 ചില്ലാനും ദിവസം ഞങ്ങളൊക്കെ ഇതിലെല്ലാം അഭിനയിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 8-9 ദിവസം രാത്രി മാത്രം, അതും മഴയിലായിരുന്നു ഷൂട്ട്. നമ്മൾ മഴ ഇത് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്, ആർക്കും ഒരു ചെറിയ ചെറിയ പരുക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും പനി വരാതെയും അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങാതെ കൊണ്ടുപോയതും കാര്യങ്ങളും ഇന്നും അത് കുറച്ചു കാലം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റില്ല് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൊക്കേഷനിൽ ഇതെല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ഞങ്ങൾ അവിടെ തന്നെ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എന്നും ഒരു ഓർമ്മയുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ഞാൻ ജനറലായിട്ട് ചോദിക്കുമല്ല, സുരേഷ് ഏട്ടൻ എക്സ്പീരിയൻസ് ചെയ്ത അവരുടെ ഒരു 2 ക്വാളിറ്റീസ് പറയാമോ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെ? 2 പേരുടെയും ക്വാളിറ്റി നമുക്ക് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല. ഡെഡിക്കേഷൻ, അതാണ്. രാത്രിയും പകലൊന്നുമില്ലാതെ ഇന്നും അവർ സിനിമയോട് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ആ ഡെഡിക്കേഷനാണത്. അവർ ലാലേട്ടനൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ വന്നു കഴിയുന്ന ആൾക്കാരൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഷൂട്ടിങ്ങിന് വരാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം പറഞ്ഞിട്ട് നേരത്തെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ലാലേട്ടനൊക്കെ 102-104 ഡിഗ്രി പനി ഉണ്ടായിട്ട് പോലും ഫൈറ്റ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് സിനിമയോടുള്ള ഡെഡിക്കേഷനാണ്. അത് ഒരു സീനൊന്ന് തീർത്ത് കിട്ടിയാൽ ആ പ്രൊഡ്യൂസർക്ക് എത്ര ലാഭമാണെന്നും അല്ലെങ്കിൽ സംവിധായകന് എത്ര റിലീഫാണെന്നും തിരിച്ചറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ ആ 2 പേരും ഇന്നും ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം 2 പേരും സിനിമയോട് കാണിക്കുന്ന സ്നേഹം. അവരെന്തായി അവരെങ്ങനെയായി സിനിമ കൊണ്ടാണ് ആ സിനിമയ്ക്ക് അവർ തിരിച്ചു കൊടുക്കുന്നത്. അതേ റെസ്പെക്റ്റും കാര്യങ്ങളും സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് തന്നെ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഗാനഗന്ധർവനിലെ ദാസൻ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? അതും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഷാരടിയായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. ഞങ്ങളൊരു അമേരിക്കൻ ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10-40 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു റിയൽ ലൈഫിൽ എന്നെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരാളാണ് പിഷാരടി. അപ്പോൾ അവൻ്റെ ഒരു ആദ്യത്തെ പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ നടക്കാൻ സമയത്ത് ഞാനൊരു ദിവസം തൃപ്പൂണിത്തുറ വീട്ടിലുള്ള സമയത്ത് പിഷാരടി വരുമ്പോൾ എൻ്റെ മുഖത്ത് ഈ താടി ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു സിനിമയ്ക്ക് വേണ്ടി വെച്ചൊരു താടിയാണത്. അപ്പോൾ എന്നോട് ഇത്ര ചോദിച്ചുള്ളൂ, ചേട്ടാ ഈ താടി ഉടനെ എങ്ങാനും എടുക്കുമോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ താടി എടുക്കണ്ട, നമ്മൾ ഇതിനെ സംഭവം ചെയ്യാൻ പോവാണ്, മമ്മൂക്കയുടെ പടമാണ് എന്ന് പറഞ്ഞു. സന്തോഷം. പിന്നെയാണ് ആ കഥാപാത്രത്തെ പറ്റി പറയുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് 19-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വരാം. പണിക്കശ്ശേരി പരമേശ്വര കൈമൾ, അതാണല്ലോ ചേട്ടൻ ചെയ്യുന്ന ആ ഒരു റോള്. ആ റോള് ഇപ്പോൾ പടം റിലീസാകുന്നതിന് മുന്നേ ഈ ഒരു സമയത്ത് ചിന്തിക്കുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ എത്രമാത്രം ഭദ്രമായിരുന്നു, ചേട്ടൻ തന്നെ അസസ് ചെയ്തെന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും അധികം അറിയാവുന്ന ഒരാളാണ് വിനയൻ സാർ. ഞങ്ങൾ തമ്മിലുള്ള അത്രയും പടം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആക്ഷൻ സീക്വൻസും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ട ഒരാളാണ് ഞാൻ. എനിക്ക് ബിഫോർ റിലീസ് തന്നെ എനിക്ക് ഈ സിനിമ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. എൻ്റെ മാത്രമല്ല, ആ സിനിമ അതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. ഈ വില്ലൻ വേഷങ്ങളും കോമഡി വേഷങ്ങളൊക്കെ ഇണങ്ങുന്ന പല സിനിമയിലൂടെ തെളിയിച്ചു തന്നു. ചില സിനിമ കാണുമ്പോൾ ഇവർക്ക് പക്കാ വില്ലനായിട്ട് നമ്മുടെ മനസ്സിനെ പോട്ടില്ല, പിന്നെ കാണുമ്പോൾ അതെ കോമഡി വഴങ്ങുന്നുണ്ടല്ലോ എന്ന്. ഇതിൽ ശരിക്കും ഏതെങ്കിലും ഇപ്പോൾ കോമഡി ചെയ്യുമ്പോഴാണ് ഇച്ചിരി നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവുന്ന അങ്ങനെ ഏതെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ഈ മിമിക്രി അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമഡി ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് സ്ക്രിപ്റ്റിലൂടെ വരുന്ന ഹ്യൂമേഴ്സും കാര്യങ്ങളും സിറ്റുവേഷൻ ഹ്യൂമേഴ്സാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കത് രണ്ടും അങ്ങനെ ഒരുപോലെ തന്നെയാണ്. അതിൽ വില്ലനാണെങ്കിലും കോമഡി ആണെങ്കിലും അങ്ങനെയുള്ള ഒരു വ്യത്യാസം നോക്കാറില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്, അതാണ് എൻ്റെ ഒരു രീതി. ഒത്തിരി ആളുകളുടെ ഇന്ന് ഇപ്പോൾ ഒരു ക്യാരക്ടർ റോൾ നമ്മുടെ കയ്യിൽ കിട്ടി, ഇതെങ്ങനെ ചെയ്യണം സജഷൻസ് വാങ്ങിക്കാറുണ്ടോ? സജഷനല്ല, ചിലപ്പോൾ ഇത് ചില എഴുത്തുകാർ അവർ തന്നെ എഴുതുമ്പോൾ തന്നെ അവർക്ക് അറിയാം അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഇങ്ങനെ വേണം, അയാളുടെ ഇത് ഇങ്ങനെ വേണം, അയാളുടെ നോട്ടം എങ്ങനെയായിരിക്കണം. ആ സംവിധായകനും നേരത്തെ ഒരു ബോധം ഉണ്ടാവും അതിനെപ്പറ്റി.
സോ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അവർ പറഞ്ഞു തരുന്നുണ്ട്. അവർ പറഞ്ഞു തരുന്ന സാധനം നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഇതായിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ എനിക്കൊരു കാര്യം അറിയാനായിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ പത്മരാജൻ സാറിൻ്റെ പല പടങ്ങളിലും നമ്മുടെ ജഗതി ശ്രീകുമാർ ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ആ എഴുതി വെച്ച ഡയലോഗ് അതേ രീതിയിൽ അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് അത്രമാത്രം ഉറക്കൊഴിച്ച് ഞാൻ എഴുതിയ ഡയലോഗാണ്, സോ നീ അത് മാത്രം പറയണം, അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് പറയാറുണ്ട്. അത് അതേപടി ചെയ്ത് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിനയൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പല ഡയലോഗ്സും ഉണ്ടാവും നമ്മുടെ ഈ ക്യാരക്ടറിന്. നമ്മുടേതായ രീതിയിലേക്ക് നമുക്ക് മാറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടോ, അതെയോ ആ ഡയലോഗ് കട്ട് ആൻഡ് റൈറ്റ് അതേ രീതിയിലാണോ? ഓരോ കഥയ്ക്കനുസരിച്ചാണ്. ഇപ്പം ചരിത്ര സിനിമകളൊന്നും നമുക്ക് ഒന്നും മാറ്റി എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് MT സാറെന്ന് എഴുതിയ ഡയലോഗ്സിനകത്ത് നമുക്ക് ഒരു വാക്ക് പോലും, ഒരു വള്ളി പുള്ളി പോലും തെറ്റിക്കാൻ സമ്മതിക്കില്ല ഹരിഹരൻ സാറിന്. അവിടെ പുള്ളി എന്താണ് അതിന് അത്രത്തോളം കാലം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടാണ് പലതും വെട്ടിയും തിരുത്തിയും എഴുതിയിട്ടാണ് അവസാനമാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. പിന്നെ അതിനകത്തൊരു വാക്ക് നമ്മൾ മാറ്റാൻ സമ്മതിക്കില്ല, ഹരിഹരൻ സാർ സമ്മതിക്കത്തില്ല. വിനയൻ സാറിൻ്റെ അടുത്ത് നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ, സാർ നമുക്കിത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല പറഞ്ഞതെന്ന് പറയും പുള്ളി. അർത്ഥം മാറാതെ പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. ഈ ഇങ്ങനെ വാശി പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അത്രത്തോളം രാത്രിയും പകലും ഇരുന്ന് ഉറക്കൊഴിച്ചിരുന്ന് എഴുതിയെടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് അത് കയറി മാറ്റാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഒരു സോഷ്യൽ സ്റ്റോറി പറയുന്നത് പോലെയല്ല ചരിത്രം പറയുമ്പോൾ. ചരിത്രത്തിനകത്ത് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഷകളും അതിൻ്റെ വാക്കുകളും ഒക്കെ തന്നെ വ്യത്യാസങ്ങളുള്ള സാധനങ്ങളാണ്. സോ നമുക്കത് ഇപ്പോഴത്തെ റിയൽ ലൈഫിലത്തെ ഒരു ഭാഷ ചെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ ഒരു ചരിത്രം പറയുന്നൊരു സിനിമയാണ്. ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരാനായിട്ട് ഏത് രീതിയിലുള്ള കാറ്റഗറി ആളുകളെയാണ് ഇത് കൂടുതൽ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു പടം എന്നാണ് തോന്നുന്നത്? എല്ലാ കാറ്റഗറിയും കാറ്റഗറീസും. കാരണം വെച്ചാൽ ചെറിയ കുട്ടികളെ തൊട്ടിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അധികം ഒരു 1000-1500 വർഷങ്ങൾക്ക് പുറകെയൊന്നുമല്ല ഈ സിനിമ നടക്കുന്നത്. ഇതൊരു 100 വർഷം അല്ലെങ്കിൽ 125 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളാണ്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പാരൻസ് ആണ് ഈ സിനിമ ആദ്യം കാണുന്നതെങ്കിൽ അവരുടെ മക്കളെ ഈ സിനിമ കൊണ്ടുപോയി കാണിച്ചിരിക്കും, അത് ഉറപ്പാണ്. പഴശ്ശിരാജ മൂവി ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ മമ്മൂക്കയായിട്ട് ഒത്തിരി അടുത്ത് ഇടപഴകാൻ പറ്റിയ സീനുകളുണ്ടായി. മമ്മൂക്കയായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പഴശ്ശിരാജയിൽ മമ്മൂക്കയായിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാമോ? മമ്മൂക്കയായിട്ട് നമ്മൾ അടുത്ത് ഇരുന്നിട്ടുള്ള എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പഴശ്ശിരാജയിലേക്ക് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജനറൽ നോളജും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹം അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിച്ചറിയാൻ നമുക്കിങ്ങനെ കൊതിയാവും ഓരോ കാര്യങ്ങളും. കാരണം പുള്ളിക്ക് അറിയാത്തതായിട്ടുള്ളൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ജനങ്ങൾ പറയും ചിലപ്പോൾ കാറ് അല്ലെങ്കിൽ ഫോണ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല നമുക്ക്. അല്ലാതെയും നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയാലും ശരി, ഇനി രാഷ്ട്രീയത്തിലേക്ക് പോയാലോ അതിൻ്റെ ഇതും പുള്ളിക്കെല്ലാം അറിയാം. അങ്ങനെ ലോകത്തെല്ലാ കാര്യത്തെയും പറ്റി പുള്ളി ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാഷ്, സ്കൂൾ മാഷ് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കേട്ടിരിക്കും നമ്മൾ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന എല്ലാ സമയവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ തന്നെയായിരുന്നു. തന്റെ അഭിനയ കരിയറിൽ ഏറ്റവും കൂടുതലും വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ആളാണ് സുരേഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലെ വേഷം ഈയിടയ്ക്ക് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. കൺവിൻസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാണ് സുരേഷ് കൃഷ്ണയെ ഏറ്റവും കൂടുതൽ പേരും ട്രോൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ ചിത്രം ഇന്നും പല ട്രോളുകളിലും പല കമന്റുകളിലും ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. വില്ലൻ വേഷങ്ങളിലെത്തിയത് നടൻ സീരിയലിൽ നിന്നാണ് അഭിനയത്തിലേക്ക് കടന്നു വന്നത്. നടൻ മമ്മൂട്ടി തന്നെ സ്വാധീനിച്ചതിനെ കുറിച്ചൊക്കെ പലപ്പോഴും സുരേഷ് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. താൻ ഒട്ടും ആരോഗ്യം നോക്കുമായിരുന്നില്ല എന്നാണ് സുരേഷ് പറയുന്നത്. എന്നാൽ ഇന്ന് ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് 37 വർഷത്തോളമായി എന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. സിനിമയിൽ വന്ന ശേഷം അധികവും മമ്മൂക്കയുടെ കൂടെയായിരുന്നു അഭിനയിച്ചത്. ആരംഭകാലത്ത് തന്നെ മമ്മൂക്കയുടെ അടുത്ത വലയത്തിലെത്താനുള്ള ഭാഗ്യം ലഭിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം കാണുമ്പോൾ തനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്രയും പൈസയും ജോലിക്കാരുമുണ്ട്, എന്നാൽ പോലും അദ്ദേഹം കഴിക്കുന്നത് കുറച്ച് ഇല പുഴുങ്ങിയതും കപ്പലണ്ടി പുഴുങ്ങിയതും ഒക്കെയാണ്. ഒരാൾ അയാളുടെ തൊഴിലിന് വേണ്ടി മാത്രമാണ് ആരോഗ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് തനിക്ക് പ്രചോദനമായെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട്. മമ്മൂട്ടിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്റെ ആഹാര രീതി മോശമായിരുന്നു എന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത്. മമ്മൂട്ടി തന്നെ പ്രൊമോട്ട് ചെയ്തു എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളി പറയില്ല. സംവിധായകർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല.
ആ സമയത്തും ഇപ്പോഴും മമ്മൂട്ടിക്ക് കംഫർട്ടബിൾ ആയവരെ ആയിരിക്കും സിനിമകളിൽ കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമില്ല ഇട്ടേക്കെന്ന് പറഞ്ഞിരിക്കാം എന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട്. അതേസമയം മോഹൻലാലിനും മമ്മൂട്ടിക്കും സിനിമയോട് വലിയ ആത്മാർത്ഥതയാണുള്ളതെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു. കാരണം 102 103 ഡിഗ്രി പനി ഉള്ളപ്പോഴും മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്, അതും ഫൈറ്റ് രംഗങ്ങളിൽ. അതുപോലെ തന്നെ മമ്മൂക്കയുമായി സെറ്റിൽ സമയം ചിലവഴിക്കാനും ഇഷ്ടമാണ്. ഇവരാക്കിയത് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ നന്ദി ഇവർ ഇന്നും സിനിമയോട് കാണിക്കുന്നുണ്ടെന്നും താരം പറയുന്നു.